2000 ABC എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് റിയാലിറ്റി ഷോയാണ് ഷാർക്ക് ടാങ്ക്. ഷാർക്ക് ടാങ്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കാണുന്നതൊക്കെയാണ്. നമ്മുടെ മോസ്റ്റ്ലി ഇന്ത്യയിലാണ് ഷാർക്ക് ടാങ്ക് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇതൊരു അമേരിക്കൻ ഫ്രാഞ്ചൈസിയാണ്. ഒരു ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്നൊരു റിയാലിറ്റി ഫ്രാഞ്ചൈസി ഷോയാണ്. എന്തിനാണ് എല്ലാവരും ഷാർക്ക് ടാങ്ക് കാണേണ്ട ഒരു ആവശ്യം? ബിസിനസ്സിലോ അത് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ ഷാർക്ക് ടാങ്ക് തീർച്ചയായും കണ്ടിരിക്കണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊഡക്ട്സിൻ്റെയും അതേപോലെ തന്നെ അവർ ജനറേറ്റ് ചെയ്യുന്ന പുതിയ ബിസിനസ് ഐഡിയാസിനെ കുറിച്ചൊക്കെ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ കിട്ടും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്, ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഐഡിയാസ് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതുകൂടാതെ തന്നെ എങ്ങനെ ഒരു ബിസിനസ്സിനെ പിച്ച് ചെയ്യാം. അപ്പം ഇൻവെസ്റ്റേഴ്സ്, മാർക്ക് ക്യൂബനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻവെസ്റ്റർ. മാർക്ക് ക്യൂബൻ ഭയങ്കര കണ്ണിങ്ങാണ്. മാർക്ക് ക്യൂബൻ എല്ലാ കാര്യങ്ങളിലും മാർക്ക് ക്യൂബൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുള്ളിയുടെ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളും മാർക്ക് ക്യൂബനാണ്. കാരണം ഏകദേശം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ബില്യൺസാണ്. അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു വരാൻ അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സിനെ കുറിച്ചും അതേപോലെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതിനെങ്ങനെ അവർ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, നല്ല ഇൻവെസ്റ്റർ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ അതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം പൊതുവേ നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് പൈസ ചോദിക്കാൻ, നമ്മളിപ്പോൾ ഒരു 1 കോടി രൂപ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഞാനൊരു 10 ലക്ഷം രൂപ ഇറക്കാം, പക്ഷേ എനിക്ക് 50% വേണം എന്നായിരിക്കും അവരാദ്യത്തെ പറച്ചിൽ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു രീതി അല്ലായിരുന്നു അവരുടെ ആൻസർ എന്ന് പറയുന്നത്. അവർ രീതി പറയുന്ന പോലെ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളൊരു 1 crore rupees-ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഒരു 5 years ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്ര രൂപ ഒരു വർഷത്തേക്ക് 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിടാം, ബാക്കി നീ എങ്ങനെ കണ്ടുപിടിക്കണം, പക്ഷേ എനിക്ക് 50%, 60% വേണമെന്ന് പറയും. ഓക്കെ, എനിക്കൊരു കാര്യം തിരിച്ചു ചോദിക്കാനുള്ളത്, 50%, 60% തന്നിട്ട് ഞാനൊരു ബിസിനസ്സിനെ നിങ്ങൾക്ക് തരുന്നതല്ലേ നല്ലത്? പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് റൺ ചെയ്തെന്ന് പറയുന്നതല്ല, അങ്ങനെയല്ല എൻ്റെ രീതി. അപ്പം ശരിക്കും നമ്മൾ ഇൻവെസ്റ്റർ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സർവീസസിൻ്റെ എക്സാക്റ്റ് ഫോർകാസ്റ്റ് എന്താണോ, എന്തിനാണ് ആ പൈസ അവർക്ക് ആവശ്യം എന്ന് തീർച്ചയായും മനസ്സിലാക്കി ആ പൈസ ഇടാൻ പറ്റും. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സാക്റ്റ് എമൗണ്ട്, അവർ ചോദിക്കുന്ന എമൗണ്ട് തന്നെ അവർ ഓഫർ ചെയ്യുന്ന ഷെയർസിന് എന്തിനാണ് ആ ഷെയർസിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത്. അല്ലാതെ 50-60% അല്ലെങ്കിൽ 90% ഒക്കെ വാങ്ങിയിട്ട് ബാക്കി പിന്നെ എൻ്റർപ്രണർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അതിനകത്തൊരു ജോലിക്കാരനായിട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കത്തില്ലേ. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് പറ്റും, ആ ബിസിനസ് താഴ്ത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർപ്രണറിന് ഓഫ് കോഴ്സ് ഒരു തോട്ടുണ്ടാവും, എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. കാരണം ജോലിക്കാരനായല്ലോ. 90% ഒരു കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10% വെച്ചിട്ട് അദ്ദേഹം ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അവിടെയാണ് നിങ്ങൾ കണ്ണിങ്ങായിട്ട് ചിന്തിക്കേണ്ട കാര്യം. 10%, 20% വാങ്ങിയിട്ട് ബാക്കി 80% കൊടുത്താൽ ആ 80% മച്ച് മോർ വാല്യുബിൾ ആക്കാൻ ആ എൻ്റർപ്രണർ ശ്രമിക്കും. അവൻ്റെ ഐഡിയാസും തോട്ട്സും അനുസരിച്ചിട്ട് ആ 80% വാല്യുബിൾ ആക്കാൻ ആ എൻ്റർപ്രണർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ 20%-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എബോവ് മില്യൺസ് ആയിരിക്കും. സോ അങ്ങനെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നും ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ക്യൂബൻ അല്ലെങ്കിൽ കെവിൻ, അതേപോലെ തന്നെ മിസ്റ്റർ വണ്ടർഫുൾ ഒക്കെയാണ് അതിൻ്റെ മേജറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. അവരുടെയൊക്കെ ഒരു രീതി, അവരെങ്ങനെ പ്രൊഡക്റ്റിനെ, കാരണം അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുമെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ അങ്ങനെ കണ്ട് വരുന്ന പ്രൊഡക്ട്സിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ആ ഒരു ബിസിനസ് പാറ്റേൺ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഷോയാണ് ഷാർക്ക് ടാങ്ക്. തീർച്ചയായും കണ്ടിരിക്കുക. ചില ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ്. താങ്ക് യു സോ മച്ച്.